സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ 1ാം ക്ലാസ്സിലെ മക്കൾക്ക് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാട്ടോ മിസ് വന്നിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് ആർപ്പോ ഇറോ. ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കുറെ കളികളുടെ പേരുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ തന്നെ കുറെ ആളുകൾ അല്ലെ എന്തൊക്കെയോ കുറെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ദാ കുട്ടി ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്, ദാ ഈ ഒരു കുട്ടി പന്ത് തട്ടി കളിക്കുന്നുണ്ട് അല്ലെ, ദാ നോക്കിക്കേ അവര് കണ്ണ് കെട്ടിയിട്ട് കളിക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലത്തെ നിരവധി കളികളിൽ ഏർപ്പെടാറില്ലേ? കണ്ണുപൊത്തി കളിക്കാറുണ്ട് അല്ലെ, ഒളിച്ചും പാത്തും നമ്മൾ ഇരിക്കാറുണ്ട്. അങ്ങനെ നിരവധി കളികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പൊ കളികളുടെ പേരുകൾ എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികളെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പൊ അതാ നോക്കിക്കേ, ഈ ഒരു പാട്ട് നമുക്കൊന്ന് പാടി നോക്കിയാലോ? ആർപ്പോ ഇറോ ഇറോ ഇറോ, ആർപ്പോ ഇറോ ഇറോ ഇറോ, ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ, ആർപ്പോ ഇറോ ആർപ്പോ ഇറോ അല്ലെ. അപ്പൊ നമ്മൾ കളിക്കുമ്പോ ഇങ്ങനെ കുറെ പാട്ടുകളൊക്കെ പാടാറില്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാട്ടോ മിസ്സിന് ഇന്ന് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവരെല്ലാവരും കളിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ? നിങ്ങൾ ഇങ്ങനെ പാളയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? പാളയിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടോ മക്കളെ? ഉണ്ടാവില്ല അല്ലെ, പാളയിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുപാട് കളികളിൽ ഏർപ്പെട്ടിരുന്നു. ഇന്ന് പല കളികൾക്ക് പകരം നിങ്ങളൊക്കെ എന്തായിരിക്കും, ഫോണിലൊക്കെ ആയിരിക്കും അല്ലെ ഗെയിം കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കളികൾ എന്ന് പറയുന്നത്. ഇതിൽ എത്ര പേരുണ്ട് എപ്പോഴും വീഡിയോ ഗെയിംസ് ഒക്കെ കണ്ടിരിക്കുന്ന ആളുകൾ അല്ലെ? കുറെ ആളുകളുണ്ട് അല്ലെ. പക്ഷെ അങ്ങനെ വീഡിയോ ഗെയിംസ് മാത്രം ചെയ്തിരുന്നാൽ പോരാ, നമ്മൾ പുറത്ത് പോയിട്ട് കളിക്കുകയും കൂടെ വേണം. അത് നല്ലൊരു വ്യായാമം കൂടിയാണ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കളികളുടെ പേരുകളൊന്ന് എഴുതാൻ വേണ്ടി പഠിച്ചാലോ? കൊച്ചു കൊച്ചു കളികളാണ്, നിങ്ങൾ കളിക്കുന്ന കളികൾ തന്നെയാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. യെസ്, എന്താണ് കുളം കര എന്നുള്ള കളിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? കുളം കര അല്ലെ, കുളം കര. എന്താണ് ഈ കുളം കര എന്ന് പറയുന്ന കളി? നമ്മളല്ലേ ഒരു വട്ടം വരയ്ക്കും അല്ലെ, ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കും. എന്നിട്ട് ആ വട്ടത്തിന്റെ അകത്ത് നമ്മൾ കുളം എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ എല്ലാവരും അല്ലെ കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്തു നിൽക്കും അല്ലെ. എന്നിട്ട് ഒരാൾ ഇങ്ങനെ കുറെ കുട്ടികൾ ചുറ്റും ഈ വട്ടത്തിന് ചുറ്റും നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മളോട് കുളം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുളത്തിലേക്ക് ചാടണം. കര എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നോട്ടേക്ക് നിൽക്കണം അല്ലെ. ഇങ്ങനത്തെ ഗെയിംസ് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? നല്ല രസമുള്ള ഒരു കളിയാട്ടോ. അപ്പൊ കുളം കര എന്ന് പറയുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ എന്ത് എഴുതാൻ വേണ്ടി പറ്റും? നല്ല കുറേ ഗെയിംസ് ഇല്ലേ? നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ എന്തൊക്കെ കളിക്കാറുള്ളത് എന്നല്ലേ. കണ്ണ് പൊത്തിക്കളി, കണ്ണ് പൊത്തിക്കളി, കണ്ണ് പൊത്തി കളിക്കാറുണ്ട് അല്ലെ. യെസ്, കണ്ണ് പൊത്തി കളിക്കാറുണ്ട്. ക്രിക്കറ്റ് അല്ലെ, ക്രിക്കറ്റ് കളിക്കാറുണ്ട്. നിങ്ങൾ ബാറ്റ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ക്രിക്കറ്റ് കളിക്കാറുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ക്രിക്കറ്റ് ഉണ്ട്. ഫുട്ബോൾ ഉണ്ട് അല്ലെ, ഫുട്ബോള്. ബോൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കളിക്കാറുണ്ട് അല്ലെ. നമ്മളിങ്ങനെ ബോൾ പാസ് ചെയ്തിട്ട് കളിക്കാറുണ്ട്. ഇഷ്ടം പോലെ കളികൾ നമ്മൾ കളിക്കാറില്ലേ? വേറെ എന്തൊക്കെ കളികളാണ് നിങ്ങള്? ഊഞ്ഞാലാടി കളിക്കാറുണ്ട് അല്ലെ. ഊഞ്ഞാൽ. പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഊഞ്ഞാലാടി കളിക്കാറില്ലേ? ഊഞ്ഞാലാടി കളിക്കുക. ഊഞ്ഞാലാടി കളിക്കുക അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമാണ് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് കളിക്കുക അല്ലെ. പിന്നെ നമ്മൾ ഓടി കളിക്കുക അല്ലെ, ഓടി ചാടി കളിക്കാറുണ്ട്. തവളച്ചാട്ടം കളിക്കാറുണ്ടോ നിങ്ങള്? തവളച്ചാട്ടം. നമുക്ക് തവളച്ചാട്ടവും കളിക്കാം അല്ലെ. അങ്ങനെ കുറെ കളികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അപ്പൊ കൊച്ചു കൊച്ചു കളികളുടെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക അല്ലേ അല്ലെ. യെസ്, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.